ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് +1 നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള അവസാനത്തെ 2 പാഠഭാഗങ്ങളാണ് കേട്ടോ ടീച്ചർ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൈപ്പാടും കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്ന 2 പാഠഭാഗങ്ങളാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നത് ഈ യൂണിറ്റിൽ ഏറ്റവും എളുപ്പമുള്ള 2 പാഠഭാഗങ്ങളാണെന്ന് നമുക്ക് പറയാം. കാരണം ഒന്ന് ഡോക്യുമെന്ററിയും ഒന്നൊരു ഷോർട്ട് ഫിലിമാണ്. തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കുകയും വേണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമയും ഡോക്യുമെന്ററിയും കണ്ടവരാണോ നിങ്ങള്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സിനിമയിലും ഈ ഡോക്യുമെന്ററിയിലും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കൈപ്പാടിനെ കുറിച്ച് അല്ലെ, പ്രകൃതിയുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഭാവങ്ങൾ അല്ലെ, സൂക്ഷ്മമായ ഭാവങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ് ഈ ഒരു ഡോക്യുമെന്ററിയിലേക്ക് ബാബു കമ്പ്രത്ത് എത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ പോസിറ്റീവായ രീതിയിൽ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളെയൊക്കെ, പ്രകൃതിക്ക് അത്രയും പ്രാധാന്യം നൽകുന്ന അല്ലെ, ഒരുപാട് ചിത്രങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്രയും പ്രാധാന്യം നൽകുന്ന ഒരാളാണ് അല്ലെ, അത്രയും പോസിറ്റീവായിട്ടുള്ള സമീപനമുള്ള ഒരാളാണ് അല്ലെ ആര്, ബാബു കമ്പ്രത്ത് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈപ്പാട് എന്ന് പറയുന്ന സിനിമയില്, ഈ ഒരു ഡോക്യുമെന്ററിയിൽ വളരെ സവിശേഷമായിട്ടുള്ള അല്ലെ ഒരു ആവാസ വ്യവസ്ഥയുടെ സൂക്ഷ്മമായിട്ടുള്ള അവതരണമാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ആരാണ് ബാബു കമ്പ്രത്ത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തകനാണ്, ഡോക്യുമെന്ററി സംവിധായകനാണ്. 1969 ജനുവരി 12 കണ്ണൂരിൽ പയ്യന്നൂരിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ബിഹൈൻഡ് ദ മിസ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെന്ററിക്ക് 2012 നോൺ ഫീച്ചർ വിഭാഗത്തിൽ മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രത്തിന്റെ ദേശീയ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ്, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു. കാനം, കൈപ്പാട് എന്നിവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് ചിത്രങ്ങൾ. അപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയുടെ സൂക്ഷ്മഭാവങ്ങൾ ഇങ്ങനെ ഒപ്പിയെടുത്ത് അല്ലെ, പ്രകൃതിക്ക് അത്രയും പ്രാധാന്യം നൽകിയ ഒരാളായിരുന്നു ആര്, നമ്മളുടെ ബാബു കമ്പ്രത്ത് എന്ന് പറയുന്ന നമ്മളുടെ സംവിധായകൻ. അപ്പൊ അദ്ദേഹം ഈ കൈപ്പാട് അല്ലെ 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരുന്നു അത് കേട്ടോ. ഇപ്പൊ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുള്ള മക്കൾക്ക് അറിയാം, അതൊരു പെട്ടെന്ന് ഒരു ദിവസം തിരക്കഥ എഴുതി സംഭാഷണം എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഡോക്യുമെന്ററി എന്ന് പറയുന്നത്. ഡോക്യുമെന്ററി എന്താണ്, ഷോർട്ട് ഫിലിം, ഫീച്ചർ ഫിലിം ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം കേട്ടോ. അതും കൂടെ ടീച്ചർ പറഞ്ഞുതരാം. ചിലപ്പോൾ അതൊരു ചോദ്യമായിട്ട് നമുക്ക് വരാനും സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പുഴ കടലിൽ ചേരുന്ന അഴിമുഖത്തിന് പിന്നിലായിട്ട് ഇങ്ങനെ ഒരു ചളി നിറഞ്ഞു കിടക്കുന്ന അല്ലെ ചതുപ്പ് നിലത്തെയാണ് എന്ത് പറയുന്നത്, കൈപ്പാട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഫലപുഷ്ടമായിട്ടുള്ള നിലമാണ്. അതില് പലതരത്തിലുള്ള വൈവിധ്യമാർന്ന എന്താ പറയാ കൃഷി രീതികള്, പലതരത്തിലുള്ള ജീവിവർഗങ്ങള് അല്ലെ, ഒരു ആവാസ ഒരു സംസ്കാരമാണ് നമ്മളുടെ ഈ കൈപ്പാട് എന്ന് സംവിധായകൻ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്, അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ജീവിതം എന്നത് മനുഷ്യരുടേത് മാത്രമല്ല, കൈപ്പാടിലെ പ്രാണി ലോകത്തിൻ്റെത് കൂടെയാണ് എന്ന് ഈ ഒരു അല്ലെ, എത്രയോ ജീവികൾ, സൂക്ഷ്മജീവികളും പക്ഷികള് അല്ലെ, ഒരുപാട് അല്ലെ ജീവികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ ആസ്പദമാക്കി ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ തോന്നും അല്ലെ, മനുഷ്യൻ മാത്രം സാധ്യമാവുന്ന അല്ലെങ്കിൽ ബാക്കിയാവുന്ന ഒരു വികസനത്തിന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. മറ്റുള്ള ജീവിവർഗങ്ങളെയും പ്രാണികളെയും ഒന്നും മൈൻഡ് ചെയ്യാതെ നമ്മളെ മാത്രം പുരോഗമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അല്ലെ, പുതിയ കാലത്ത് പ്രത്യേകിച്ചും. അപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടത്തില് പരിസ്ഥിതിക്ക് നൽകേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഒരു ഷോർട്ട് ഫിലിമിലൂടെ വളരെ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണു, സംവിധായകൻ നമ്മളെ ഇത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഡോക്യുമെന്ററി എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു യഥാർത്ഥ വിഷയമാണ് കേട്ടോ. നമ്മളിപ്പോ സിനിമയും എന്താ പറയാ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ഒരു ഇമാജിനേഷൻ ആണ് അല്ലെ, ഇല്ലാത്തൊരു കഥയാണ്, നമ്മൾ ഉള്ള കഥയാണെങ്കിലും അതിൽ കുറെ കൂടെ സംവിധായകന്റെ ഒരു ഭാവനയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഡോക്യുമെന്ററിയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലടാ, ഇത്തരത്തിൽ ഭാവനയൊന്നും നമുക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. അത് യഥാർത്ഥ സംഭവത്തെ എന്ത് ചെയ്യണേ, ഡോക്യുമെന്ററിയിൽ അവതരിപ്പിക്കുന്നത്. വസ്തുനിഷ്ഠതയ്ക്കാണ് പ്രാധാന്യം. സാങ്കല്പിക രംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതേപോലെ നടൻ അല്ലെ, മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും നമുക്ക് ഡോക്യുമെന്ററിയിൽ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അത് കുറച്ചുകൂടെ എന്താ പറയാ നോളജ് ബേസ്ഡ് ആണ്, നമുക്ക് അറിവ് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ഏതെങ്കിലും പ്രശ്നവുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രം, ഇപ്പൊ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂ അവതരിപ്പിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ സീനിൽ വരുന്നത്. അതോ അഭിനയൊന്നുമല്ല, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള അഭിമുഖമോ ആ രീതിയിലൊക്കെ ആയിരിക്കാം കേട്ടോ. ചോദ്യത്തിന് ഉത്തരം പറയാം, ആ രീതിയിലൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത് വരുന്നത്. പിന്നെ സംഭാഷണമൊന്നും ഉണ്ടാവില്ല, പകരം വിവരണം ഉപയോഗിക്കുന്നു. അഭിമുഖങ്ങളും മറ്റും എന്ത് ചെയ്യുന്നു, പ്രയോജനപ്പെടുത്തും. യഥാർത്ഥ രംഗത്ത് അതിനെ സെറ്റ് ഇടാനൊന്നും പറ്റില്ല, റിയൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണിക്കാൻ പറ്റുള്ളൂ. ആസ്വാദനത്തെക്കാൾ അറിയിക്കുക, നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതിന് പകരം അതിൽ നിന്ന് അറിവ് നേടുക എന്നുള്ളതാണ് ഡോക്യുമെന്ററികളുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതുകൊണ്ട് തന്നെ എന്താണ്,
മറ്റു സിനിമയിലെ പോലെ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടില്ലേ കുറെ പാത്രമൊക്കെ എടുത്ത് ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. പാട്ട് നൃത്തം അങ്ങനെയുള്ള എന്താ പറയാ രസക്കൂട്ടുകളൊന്നും എവിടെ ഉണ്ടാവില്ല, നമ്മുടെ ഡോക്യുമെന്ററിയിൽ ഉണ്ടാവില്ല. ഇനി ഫീച്ചർ സിനിമയാണ്. ഒരു സാങ്കല്പിക കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫീച്ചർ സിനിമ നിർമ്മിക്കുന്നത്. ഇപ്പൊ ടീച്ചറെക്കാളും ഭംഗിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും അല്ലെ. കഥാപാത്രങ്ങളെ ഒക്കെ അവതരിപ്പിക്കുന്ന നടീനടന്മാരാണ്. ഫീച്ചർ സിനിമയിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൃത്രിമമായിട്ടുള്ള രംഗങ്ങളൊക്കെ ഉപയോഗിക്കും, സെറ്റൊക്കെ ഇടാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ആസ്വാദന പ്രധാനമായതുകൊണ്ട് തന്നെ പാട്ട്, നൃത്തം, സംഘട്ടനം അല്ലെ, അടി പിടി കുത്ത് ചവിട്ട് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫീച്ചർ സിനിമകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡോക്യുമെന്ററിയിൽ അല്ലെ, നമ്മുടെ കൈപ്പാട് എന്ന് പറയുന്ന ഡോക്യുമെന്ററിയിൽ നമുക്ക് നോക്കാം എന്തൊക്കെയാ പറയുന്നത് നോക്കാം അല്ലെ. 30 മിനിറ്റുള്ള ഒരു തിരക്കഥയാണ് ഈ നമ്മുടെ കൈപ്പാടിന്റെ തിരക്കഥ. 30 മിനിറ്റ് ആണ് കേട്ടോ. അപ്പൊ കാടിനെ കുറിച്ച്, വന്യജീവികളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭീകരമായിട്ട് നമ്മൾ പറയാറുണ്ട്. കാട് വെട്ടുന്നതിനെ കുറിച്ച്, ഭീകരജീവികൾ, ഇപ്പൊ ആനയുടെ പ്രശ്നം, കടുവയുടെ പ്രശ്നമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളുടെ ഏറ്റവും തൊട്ട പരിസരത്തുള്ള ഏറ്റവും ചെറിയ പ്രാണി ലോകത്തെ കുറിച്ച് ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അല്ലെങ്കിൽ പരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരിക്കലും നമുക്ക് 100,000 പേർ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് ഇപ്പൊ എന്തിനാണ് അവരാധിപ്പെടുന്നത് നമുക്ക് തോന്നും. പക്ഷെ ഇതെല്ലാം നിലനിന്ന് കഴിഞ്ഞാല് മനുഷ്യന് ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് ഇതുവരെയും മനുഷ്യൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോപ്രായങ്ങൾ മുഴുവൻ നമ്മൾ കാണിച്ചു കൂട്ടുന്നത് അല്ലെ. അപ്പൊ ഈ സമീപനത്തെ മറികടന്നുകൊണ്ടാണ് കൈപ്പാട് എന്ന് പറയുന്ന ഡോക്യുമെന്ററി ചിത്രം എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ മറഞ്ഞു പോകുന്ന അല്ലെ. നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കൈപ്പാടുകൾ കണ്ടിട്ടുണ്ടോ, നേരിട്ട് കണ്ടിട്ടുണ്ടോ? കൈപ്പാടുകളെ കുറിച്ച് ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതിന്റെ പ്രാധാന്യം അത്രയും നമ്മളുടെ സമൂഹത്തിൽ നിന്ന് കൽപ്പിച്ചു വരുന്നുള്ളൂ അല്ലെ. അപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കൈപ്പാടുകളും ചെളിയിൽ പണിയെടുക്കുന്ന ആളുകളൊക്കെ അനുദിനം എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഡോക്യുമെന്ററി സിനിമ കേരളത്തിലെ മാഞ്ഞു പോകുന്ന കൈപ്പാടുകളെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് പങ്കുവയ്ക്കുന്നത്. കൈപ്പാടുകൾ എത്രമാത്രം പാരിസ്ഥിതിക പ്രാധാന്യമുള്ളവയാണെന്നും അവ തദ്ദേശികവാസികളുടെ ജീവിത ഉപാധിയാവുന്നത് എങ്ങനെയെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഈ സിനിമ നമ്മളെ കൊണ്ടുപോവാണ്. അപ്പോ പുഴ കടലിൽ ചേരുന്ന അഴിമുഖത്തിന് പുറകെ ഒരു ജലം കയറി നിൽക്കുന്ന കായലുകളോട് ചേർന്ന് ഏറ്റിറക്കങ്ങളിൽ അല്ലെ പുഷ്ടി പ്രാപിക്കുന്ന ചെളി പുതഞ്ഞ ചതുപ്പു നിലം, കായലിന്റെ ബാക്കിലേക്ക് നിൽക്കുന്ന ചെളി പുതഞ്ഞ ചതുപ്പ് നിലത്തെയാണ് നമ്മൾ കൈപ്പാട് നിലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. മനുഷ്യനും പ്രകൃതിയും പാരസ്പര്യത്തിൽ പുലരുന്ന കൃഷിയും ജീവിതമാണ് കൈപ്പാട് നിലങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു കൃത്യമായ ഇടവേളകളിലാണ് അവിടെ കൃഷി ചെയ്യപ്പെടുന്നത്. അവിടെ ഇന്ന് കൃഷി ചെയ്യാൻ മനുഷ്യൻ അല്ലെ മാത്രം അല്ലെ അവന്റെ വിത്തൊക്കെ മൂടിപ്പൊതിച്ച് വെച്ച് അങ്ങനെയൊന്നും അല്ല. അവിടെ പ്രകൃതിയും പരിസ്ഥിതിയും സൂക്ഷ്മജീവികൾ എല്ലാരും ചേർന്നിരിക്കുന്ന ഒരു 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 എന്താ പറയാ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാരെയും ഉൾക്കൊണ്ട് ചേർന്ന് നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ കൈപ്പാട് ജീവിതം അല്ലെ, സംവിധായകൻ അതിനെ കൈപ്പാട് ജീവിതം എന്ന വളരെ മനോഹരമായ രീതിയിൽ സംസ്കാരം എന്നതിനെ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. മഴയും പുഴയും കായലും മനുഷ്യനും ഒക്കെ ചേർന്ന് പരുവപ്പെടുന്ന നിലത്തിലെ നെൽകൃഷിയും ചെമ്മീൻ കൃഷിയും മത്സ്യബന്ധനത്തിനും മനുഷ്യനോടൊപ്പം കിളികളും മറ്റ് പ്രാണിലോകങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ മാത്രല്ല, അവിടെ ഇടവേളകളിലായിട്ട് പലതരത്തിലുള്ള കൃഷി നടക്കാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ ആരും പങ്കെടുക്കണു, പ്രാണികളായിക്കോട്ടെ, പക്ഷികളാവട്ടെ, മനുഷ്യരും മത്സ്യം എല്ലാവരും ഒന്ന് ചേർന്ന് നിൽക്കുന്ന അല്ലെ ഒരു സംസ്കാരം നമുക്ക് അവിടെ കാണാൻ പറ്റും. എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ആ നിലത്തുനിന്ന് കിട്ടുന്നു. മനുഷ്യനുള്ള മനുഷ്യനോട്ടും പ്രാണിക്കുള്ള പ്രാണിക്കിട്ടും പക്ഷിക്കുള്ളത് പക്ഷിക്ക് കിട്ടും അല്ലെ. അങ്ങനെ ആധുനിക വാണിജ്യ കൃഷിയുടെ കടും കൃഷി സമ്പ്രദായങ്ങളൊന്നും പിന്തുടരാത്ത കൈപ്പാടിൽ അഗ്രികൾച്ചർ അല്ലെ ഒരു ബിസിനസ് അല്ല, മറിച്ച് എന്താണ്, അതൊരു കൾച്ചറാണ് അല്ലെ. അതുകൊണ്ടാണ് കൈപ്പാടിനെ വേറിട്ടൊരു സംസ്കാരമായിട്ട് എന്ത് ചെയ്യുന്നത് ഇവിടെ സംവിധായകൻ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കേട്ടോ. തീർച്ചയായും മക്കൾ ആ ഡോക്യുമെന്ററി എന്തായാലും കാണണേ. കാണുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ് സമയമാണ്, ബോറടിക്കുന്നൊന്നും പറയാൻ പാടില്ല. ബോറടിക്കൊന്നുമില്ല, രസമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മളുടെ ചുറ്റും നടക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് എഴുതാൻ പറ്റണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് കാണണം. യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി അല്ലെ. എന്താണ് നമ്മളുടെ കൈപ്പാട് നടിച്ചു നോക്കിയാൽ തന്നെ എന്ത് ചെയ്യും, ബാബു കാമ്പ്രത്തിന്റെ കൈപ്പാട് നടിച്ചു നോക്കിയാൽ തന്നെ എന്ത് കാണാൻ പറ്റും, നമുക്ക് ആ ഡോക്യുമെന്ററി നമുക്ക് കാണാൻ പറ്റും. അടുത്ത പാഠഭാഗം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ഗീതു മോഹൻദാസ് ആണ്, നമുക്കറിയാം, ഒരു അഭിനേത്രിയാണ്, ഹ്രസ്വ സംവിധായികയും അല്ലെ ചലച്ചിത്ര സംവിധായികയും ചലച്ചിത്ര നടിയൊക്കെയാണ്. 1981 അവർ ജനിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്ന ചിത്രം 2009 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തില് ഹ്രസ്വ ചിത്രമായിട്ട് മികച്ച ഹ്രസ്വ ചിത്രമായിട്ടൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിലുള്ള ബാലനടിക്ക് 2006 മികച്ച നടിക്കുള്ള
അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അത്ര പ്രധാനപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ആണത് അല്ലെ. നമ്മളെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോ തന്നെ നമുക്ക് ഊഹിച്ചൂടെ. ഓക്കെ. അപ്പൊ ഗീതു മോഹൻദാസ് എന്ന് പറയുന്നത് സിനിമ മനുഷ്യരുടെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും അല്ലെ അത് വിശകലനം ചെയ്യാനുള്ള ഒരു മാധ്യമമായിട്ടാണ് ഗീതു മോഹൻദാസിന്റെ അല്ലെ ആ ഒരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ സിനിമയിലെ ഗൗരവമുള്ള സാമൂഹ്യ വിഷയങ്ങൾക്ക് പുറമെ മനുഷ്യബന്ധങ്ങളും സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു അല്ലെ ഓരോ ക്യാരക്ടറും മനുഷ്യബന്ധങ്ങളെയും വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇത് 25 മിനിറ്റ് സമയമുള്ളൊരു തിരക്കഥയാണ്. ഫീച്ചർ സിനിമയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നവയാണ് ഹ്രസ്വ ചിത്രങ്ങൾ. അപ്പൊ ഹ്രസ്വമാണെന്നേ ഉള്ളൂ, അതിന് സമയക്കുറവാണ്. ഫീച്ചർ സിനിമ എന്ന് വെച്ചാൽ ദീർഘം 2-3 മണിക്കൂർ ഉണ്ടാവും. ഹ്രസ്വം എന്ന് വെച്ചാൽ കുറച്ച് സമയം മാത്രമുള്ള അതിന് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ദൈർഘ്യക്കുറവാണ് അവയെ പ്രത്യേക വിഭാഗമായിട്ട് കണക്കാക്കാനുള്ള കാരണം. കുറച്ച് ദൃശ്യങ്ങളിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കുന്ന വിഷയങ്ങളെയാണ് ഷോർട്ട് ഫിലിമുകൾ കൈകാര്യം ചെയ്യുന്നത്. സാധാരണയായി 45 മിനിറ്റിൽ കുറവുള്ള ഫീച്ചർ സിനിമകളെയാണ് ഷോർട്ട് ഫിലിം അഥവാ ഹ്രസ്വ ചിത്രമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. പരിമിതമായിട്ടുള്ള കുറച്ച് ചെലവ് മതി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അല്ലെ. പരിമിതമായ ചെലവില് സമയത്തിലൊക്കെ നിർമ്മിക്കാവുന്ന സുലഭമായ പ്രദർശന സാധ്യതയും ഹ്രസ്വ അല്ലെ ചിത്ര മേഖലയെ എന്ത് ചെയ്യുന്നുണ്ട് സജീവമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ അടക്കം ഇത്തരം ചിത്രങ്ങൾക്ക് വലിയ പരിഗണനയാണ് ലഭിക്കുന്നത്. അപ്പൊ വലിയ മുടക്ക് മുതലൊന്നും ഉണ്ടാവില്ല, വലിയൊരു എഫേർട്ട് ഒന്നും ഇല്ലാതെ ഒരുപാട് സമയമൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഹ്രസ്വ ചിത്രങ്ങളിൽ. അപ്പൊ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കാണാറില്ലേ, ഒരുപാട് അവാർഡുകൾ കിട്ടിയിരിക്കുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഹസ്ന എന്ന് പേരുള്ള 5.5 വയസ്സുകാരിയാണ് ഇതില് കണ്ണു കാണാൻ വയ്യാത്തൊരു മോളാണ് കേട്ടോ മുഖ്യ കഥാപാത്രമാക്കി ഗീതു മോഹൻദാസ് തിരക്കഥ എഴുതിയത്. അപ്പൊ കാഴ്ചയുണ്ടായിട്ടും കാണേണ്ടതൊന്നും കാണാതെ പോകുന്ന, അപ്പൊ നമ്മള് കാഴ്ചയുള്ളവരുടെ ലോകത്ത് കാഴ്ചയുള്ള ആളുകൾ പലതും കാണുന്നില്ല അല്ലെ. അപ്പൊ ആ ആളുകളുടെ ഉള്ളിലാണ് അല്ലെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഹസ്ന ചോദിക്കുന്ന ചോദ്യം അല്ലെ, ഉള്ളിലേക്കുന്ന ചോദ്യമാണ് കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഹസ്നയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ഹസ്ന ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ. അപ്പൊ ആ ഒരു ചോദ്യം, ആ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഹ്രസ്വ ചിത്രം കടന്നു പോകുന്നത് കേട്ടോ. ഒട്ടും വർണ്ണാഭമല്ലാത്ത അല്ലെ വർണ്ണങ്ങളും നിറങ്ങളും ഒന്നും ഇല്ലാത്ത ഹസ്നയുടെ ലോകത്തെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. മികച്ച ബാലതാരത്തിനുള്ള അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ മികച്ച ചിത്രത്തിനുള്ള അല്ലെ അവാർഡും ഹ്രസ്വ ചിത്രത്തിനുള്ള അവാർഡും നമ്മളുടെ ഈ സിനിമ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം, പണത്തിന്റെ ലാഭനഷ്ടങ്ങള് അല്ലെ, പിന്നെന്താണ് മാത്യു സാർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ഇതിനകത്ത്. അയാള് പണത്തിന്റെ അല്ലെ ലാഭത്തിന്റെ നഷ്ടത്തിൽ മാത്രമാണ് മനുഷ്യരെ അളക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് മനുഷ്യബന്ധങ്ങളെ കുറിച്ചും അല്ലെ സാമൂഹ്യ അവസ്ഥയെ കുറിച്ചും അല്ലെ കണ്ണ് ഉണ്ടായിട്ടും പലതും കാണാത്ത മനുഷ്യരെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ഹ്രസ്വ ചിത്രത്തില് ഗീതു മോഹൻദാസ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ കൈപ്പാടാണെങ്കിലും ശരി, കേൾക്കുന്നുണ്ടോ ആണെങ്കിലും ശരി, 2 ചിത്രങ്ങളും അല്ലെ ഡോക്യുമെന്ററിയും ഷോർട്ട് ഫിലിം എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് മക്കൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുറെ കൂടെ അത് അല്ലെ കണ്ട് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും മക്കൾ കാണുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഒരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ ടീച്ചർ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പലരും കമന്റിൽ ടീച്ചർ കണ്ടിരുന്നു. അപ്പൊ എക്സാമിനേക്ക് ഉള്ളതുകൊണ്ടാണ് ടീച്ചർ സെക്കൻഡ് യൂണിറ്റ് മുതൽ മക്കൾക്ക് പറഞ്ഞുതരാൻ തുടങ്ങിയത്. അപ്പൊ കുഴപ്പമില്ല, ഇനി അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് യൂണിറ്റ് കൂടെ എന്ത് ചെയ്യാം ടീച്ചർ ഒറ്റ വീഡിയോ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കൂടെ വിശകലനം ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. ടെൻഷൻ ഒന്നും ആവണ്ട. എന്നാലും വളരെ കുറച്ച് ദിവസമേ പരീക്ഷയ്ക്കുള്ളൂ. സെറ്റ് ആയിട്ടിരിക്കണം, അടിപൊളിയായിട്ടിരിക്കണം. നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മക്കൾ അതും കൂടെ കമന്റ് ചെയ്യണം കേട്ടോ. വേറെ ഏതെങ്കിലും പാഠങ്ങൾ അല്ലെ മനസ്സിലാവാത്തൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യണം. ടീച്ചർ അത് പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.